കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ ആടുന്നവരാരോ വീടുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. അതായത് ബിഗ് ബോസ് 1-2 വാരത്തിനുള്ളിൽ 2 പേരെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് കൂടുതൽ ടാസ്കുകൾ കൊടുത്ത് അവരുടെ ഓരോ ബുദ്ധിവൈഭവവും അതുപോലെ തന്നെ അവരുടെ കഴിവുകേടും എല്ലാം തിരിച്ചറിയാൻ വേണ്ടി കളിക്കും. അതിൽ 2 പേരെയാണ് ആദ്യം സെലക്ട് ചെയ്യുക. എന്റെ കാൽക്കുലേഷനിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്ക് വരെ ഉണ്ടായിരുന്നത് അക്ബറും അതുപോലെ നൂറയുമായിരുന്നു. അവർ 2 പേരാണ് ഫൈനൽ വരാൻ ചാൻസ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ ഈ വാരത്തിൽ അത് കുറച്ച് മുന്നോട്ട് കയറി വന്നത് അക്ബറിനേക്കാൾ ഷാനവാസാണ്. അപ്പൊ ഇനി ബിഗ് ബോസിന്റെ കളി ഷാനവാസിന്റെ പിന്നാലെയാവും. അതുപോലെ മാറി മാറി വരും. നമുക്ക് കിട്ടുള്ളൂ. നൂറയിൽ എന്തോ പ്രത്യേകത ബിഗ് ബോസ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. അതുപോലെ തന്നെ അക്ബർ നൂറയായിരുന്നു പോയ വാരം വരെ ടോപ്പ് 2 ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് ഷാനവാസ് കുറേശ്ശെ കയറി വരുന്നുണ്ട്. ഫസ്റ്റ് അനീഷായിരുന്നു. അനീഷിന്റെ പിന്നാലെയായിരുന്നു ബിഗ് ബോസ്. പക്ഷെ അത് ഗെയിം മാറി വരുന്നുണ്ട്. ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവസാനമാകുമ്പോഴേക്കും വീണ്ടും മാറ്റങ്ങൾ വരാം. പലരും പലതരം പെർഫോമൻസും അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് നമ്മൾ കണ്ടാലേ അതിൻ്റെതായിട്ടുള്ള ഒരു ധാരണയും ഒരു ഐഡിയയും നമുക്ക് കിട്ടുള്ളൂ. ലൈവ് ആണെന്ന് എപ്പിസോഡ് കണ്ടാലും നമുക്ക് എല്ലാം മനസ്സിലാവും. എല്ലാം